ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജി കെ. ദിസ് ഇസ് നോട്ട് ജനറൽ നോളേജ്, ദിസ് ഇസ് ഗെയിമിംഗ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന റോബ്ലോക്സിൻ്റെ ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറയുന്ന ഒരു ഗെയിമായിട്ടാണ്. ഇതിൽ എൻ്റെ കൂടെ വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ട്. ഗെയിം ZZ അങ്ങനെ എങ്ങാണ്ടാണ്. കുഴപ്പമില്ല, നമുക്ക് അവനെ പതിയെ കണ്ടുപിടിക്കാം ഗൈസ്. ഓ, നമ്മൾ ചാടിപ്പോകുന്നു ഗൈസ്. ഹൈഡിങ് ടൈമാണ്, ഒരു സീക്കറേ ഉള്ളൂ. നമുക്ക് പറന്ന് പോവാം ഗൈസ്. ഓ, നമുക്ക് ഇവിടെ നിൽക്കാം. എന്നിട്ട് സീക്രം വരുമ്പം ചാടി കൊക്കക്കോള കുപ്പിയുടെ നടുക്ക് കയറാം. ഏത് ഭയങ്കര ബുദ്ധിയല്ലേ ഗൈസ്. 10 ഹൈഡേഴ്സ് ഉണ്ട്. ആര് ജയിക്കുമെന്ന് നമുക്കറിഞ്ഞൂടാ, ആരൊക്കെ സർവൈവ് ചെയ്യുമെന്ന് നമുക്കറിഞ്ഞൂടാ. ഓക്കെ, നമ്മൾ കൊക്കക്കോള കുപ്പിയുടെ അടുത്തുണ്ട്. ഫ്രണ്ട് എവിടെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഫ്രണ്ട് കളിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ സീക്കറിൻ്റെ അടുത്തുനിന്ന് ഇത്ര ദൂരെയാണ് ഗൈസ്. സീക്കറിൻ്റെ അടുത്തുനിന്ന് നമ്മൾ കുറച്ചധികം ദൂരെയാണ്. നമുക്ക് എൻ്റെ അടിയിലോട്ട് കയറാൻ പറ്റത്തില്ല, വെളിയിലിറങ്ങാൻ പറ്റത്തില്ലേ. ഞാൻ പെട്ട്. ഐ ആം ട്രാപ്ഡ് ഗൈസ്, ഐ ആം ട്രാപ്ഡ്. അയ്യോ, ഞാനറിയാതെ വെളിയിലിറങ്ങി. നമുക്ക് ഫ്രിഡ്ജിനകത്ത് കയറി ഒളിച്ചിരിക്കാം ഗൈസ്, പേടിക്കണ്ട. നമ്മളെന്തായാലും പെടൂല. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഇതാണ്, ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഗെയിം അത്ര ഏതൊക്കെയോ എനിക്കറിഞ്ഞൂടാ. അത് ഒരു ഗെയിമാണെന്ന് മാത്രമേ എനിക്കറിയാം. ഓക്കെ, സീക്രം നമ്മുടെ അടുത്തോട്ട് വരുവാണോ? സീക്രം നമ്മളെ കണ്ടോ? താഴെ ഫീറ്റ് ഇത്ര ദൂരെയാണേ കാണിക്കുന്നുള്ളൂ. ഇപ്പം ദൂരോട്ട് അടുത്തോട്ട്. പെട്ട്. കുഴപ്പമില്ല. സീക്രം വലുതായിട്ട് ഫസ്റ്റ് ഫ്ലോർ. സീക്കറല്ലേ ഓടിപ്പോകുന്നത്, ചാടിപ്പോകുന്നത് ആ സീക്രല്ലേ. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. നോക്കുമ്പോൾ സീക്രം എൻ്റെ ഫ്രണ്ടിലോട് ഓടുന്നു. ഭാഗ്യത്തിന് സീക്കർ എന്നെ കണ്ടില്ല. നമുക്ക് ഈ കുപ്പിയുടെ ഇടയിലുള്ള ടെലിപ്പോർട്ടേഷൻ യൂസ് ചെയ്യാം. ഓ, താഴെ സീക്കറിന് അറിഞ്ഞൂടാ. ഞാനറിയാതെ തിരിച്ചു ഇവിടെ തന്നെ വന്നു. ഓക്കെ, സീക്കറിന് അറിഞ്ഞൂടാ. സീക്കറിൻ്റെ മുകളിൽ നിന്ന് എല്ലാം നിരീക്ഷിക്കുന്ന ഒരാളിവിടെ ഉണ്ടെന്ന്. എൻ്റെ ഫ്രണ്ട് അവിടെ ആണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഗൈസ്. കുഴപ്പമില്ല, അടുത്ത ഗെയിം തുടങ്ങുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോവാം ഗൈസ്. ഇവിടെ വേറെ ഏതോ കൊച്ചിരിക്കുന്നു ഗൈസ്. നമ്മൾ പെട്ടു ഗൈസ്. സന്തോഷ വാർത്ത, ഞാനിവിടെ പെട്ടിരിക്കുന്നു. പെട്ടതിൽ നിന്ന് മാറി. നമുക്കില്ല, മേശയുടെ ഇടയിലുള്ള ടെലിപ്പോർട്ടേഷൻ യൂസ് ചെയ്യാം. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയില്ല. ആ ചെറുക്കാൻ ഓടിപ്പോയപ്പോൾ ഞാൻ വിചാരിച്ച സീക്കർ എന്നെ പിടിക്കാൻ വരുവാണെന്ന്. ഓക്കെ, നമുക്ക് ജമ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ മേശയുടെ അടിയിലായിട്ട് ഒരെണ്ണം ഉണ്ട്. സീക്കറിനെ എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. കണ്ണുകൾ. സീക്കറിൻ്റെ ഫ്രണ്ട് ഇരിപ്പുണ്ട്. ഹൈ സീക്കർ ചേട്ടാ, എന്നെ പിടിക്കാൻ വാ. നമ്മൾ ഓടിപ്പിടുത്തമാണ് ഗൈസ് സീക്കറിൻ്റെ അടുത്ത് കളിക്കുന്നത്. നമ്മൾ ഹൈഡ് ചെയ്യാനുള്ള ടൈമിൽ കയറി ഓടിക്കളിക്കുന്നു. അവന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവൻ്റെ ഫ്രണ്ടിലോട് ഓടുന്നു. ഓക്കെ, ജയിച്ചാ. അതെങ്ങനെ? സീക്കർ ലെഫ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു ഗൈസ്. ഇത് എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടാണിത്. ഗെയിം ZZ XQ എന്നാണ് അവൻ്റെ പേര്. നമ്മൾ ഗെയിം ജയിച്ചു ഗൈസ്. ഓക്കെ, നമുക്ക് അടുത്ത ഗെയിമിൽ ഞാനോ അവനോ അല്ല സീക്കറെങ്കിൽ നമുക്ക് ഒരുമിച്ച് കളിക്കാം. അല്ലെങ്കിൽ ഞാനാ സീക്കറെങ്കിൽ ഞാൻ അവനെ തീർച്ചയായിട്ടും പിടിക്കും. ഫ്രണ്ടാണെന്നുള്ള ഫാഷനൊന്നും കാണിക്കില്ല. ഓക്കെ, ജയിലാണ് ഗൈസ്. ജയിലിൻ്റെ അതിനകത്താണ് നമ്മൾ കളിക്കുന്നത്. എന്നുവെച്ചാൽ ഇതിൽ കണ്ടുപിടിക്കാൻ വരുന്ന ആൾ പോലീസായിരിക്കും, നമ്മൾ കള്ളന്മാരായിരിക്കും. നമ്മൾ മീൻസ് ഹൈഡേഴ്സ്. എയ്റോപ്ലെയിൻ എൻ്റെ ഫേവറേറ്റ്. ഇതിൽ ഞാൻ സീക്രമാണെങ്കിൽ ഞാൻ കരയും ഗൈസ്. ബിക്കോസ് ഇതിലെനിക്ക് അൾട്ടിമേറ്റ്, ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സാധനമുണ്ട് ഗൈസ്. അൾട്ടിമേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. ഓക്കെ, എയ്റോപ്ലെയിനാണ് ഗൈസ് നമ്മൾ കളിക്കുന്നത്. ഞാനാണോ? എൻ്റെ ഫ്രണ്ടിലൂടെ പോയി. ഞാൻ പെട്ടെന്ന് മേടിച്ചു. ഓക്കെ, ചൂസായിട്ടുണ്ട്. നമ്മളല്ല, ലക്കി. 2 പേരുണ്ടോ? ഭാഗ്യത്തിന് ഞാനല്ല ഗൈസ്. എൻ്റെ ഫ്രണ്ടല്ലേ ഇത്. എൻ്റെ ഫ്രണ്ട് എന്നെ മൈൻഡ് ചെയ്യാതെ ഓടുന്നു. നമ്മൾ ഒരുമിച്ച് കളിക്കാനാണ് വന്നത് ബ്രോ. ഇതായിരുന്നു നമ്മുടെ ഫ്രണ്ട്. സോറി, ഞാൻ വെറുതെ അവനെ തെറ്റിദ്ധരിച്ചു.
അവൻ പയ്യെ. ഓക്കെ. അയ്യോ, ഇതിൽ അൾട്ടിമേറ്റ് സ്ഥലമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ജമ്പ് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ കയറും. എന്നിട്ട് അതിൻ്റെ ഈ പെൺകൊച്ചും എൻ്റെ കൂടെ വിളിക്കാൻ നോക്കുന്നു. എന്നിട്ട് അതിൻ്റെ മേളിൽ വലിഞ്ഞേറിയിട്ട് ഇവിടത്തെ കോയിൻ്റെ അടുത്ത് നിന്ന് നിൽക്കും. ദിസ് ഈസ് മൈ അൾട്ടിമേറ്റ് ഏരിയ. ഇവിടെ കയറി നിൽക്കുവാണെങ്കിൽ ഒരു സീക്കറും നമ്മളെ തൊടുത്തില്ല ഗൈസ്. ഒരു സീക്കർ. അത്ര അടിപൊളി സ്ഥലമാണ്. ഓ ഗൈസ്, ഇതാണ് എൻ്റെ ഫ്രണ്ട്. ഹലോ ബ്രോ, ഇതാണ് ഗൈസ് എൻ്റെ ഫ്രണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ട് സെയിം സ്ഥലം. ഞങ്ങൾക്ക് സെയിം ബുദ്ധി ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും സെയിം സ്ഥലത്ത് വന്നു ഗൈസ്. അതാണ് ഗൈസ് ജയില്. നമ്മളെ പിടിക്കുവാണെങ്കിൽ അതിനകത്ത് കൊണ്ട് വിടും. നമുക്ക് ആ ജയിലിൻ്റെ മേളിൽ പോയി ഇരുന്ന് വിളിച്ചാലോ? അതാകുമ്പം പോലീസ് എന്തായാലും ജയിലിൻ്റെ അടുത്തോട്ടൊന്നും വന്ന് നോക്കത്തില്ലല്ലോ. അപ്പോൾ കള്ളൻ ജയിലിനകത്ത് നിന്ന് വിളിക്കുന്നു. ബുദ്ധി. നമുക്കിവിടെ OB ആണെന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ മേലിലൂടെ ചാടിക്കളിക്കാം. വേണ്ട, സീക്കർ ചിലപ്പം കാണാൻ സാധ്യതയുണ്ട് ചാടിക്കളിക്കുന്നത് അവിടെ. എൻ്റെ ഫ്രണ്ടിൽ ആ വയറിൻ്റെ മേളിൽ തന്നെ നിൽക്കുന്നു. സീക്കറെ മാടി വിളിക്കുന്നു എൻ്റെ ഫ്രണ്ട്. സീക്കർ ചേട്ടാ വന്ന് പിടിക്കുമെന്നും പറഞ്ഞിട്ട്. ആരാണ് സീക്കർ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. സീക്കർ എന്തായാലും 43 അത്രയൊക്കെ ദൂരെയാണ്. താരയായിരിക്കും മിക്കവാറും. നമുക്ക് വേണം ലക്കുണ്ടെങ്കിൽ സീക്കർ ഈ വഴി നടന്നു പോകുന്ന കാണാൻ പറ്റും. ലക്കുണ്ടേ സീക്കർ നോക്കി അടുത്ത് പോയി എന്ന് വിളിച്ചാൽ മതി. എന്ന് വെച്ചാൽ സീക്കർ നോക്കി അടം വലുതായിട്ട് പിന്നെ നോക്കത്തില്ല. എല്ലാം നോക്കി കഴിഞ്ഞിട്ട് നോക്കും. പക്ഷെ സീക്കർ നോക്കിയ സ്ഥലം ഏതാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമുക്കിവിടെ തന്നെ നിൽക്കാം. എൻ്റെ ഫ്രണ്ട് അവിടെ പോയി ഗൈസ്. എൻ്റെ കൂടെ ഇത്രയും നേരം സീക്കറല്ലേ ചാടിക്കളിച്ച്. എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ചാടി. ഇതൊക്കെ സീക്കറാണ്. അപ്പം എൻ്റെ ഫ്രണ്ട് ഈ വയറിൻ്റെ മേളിൽ നിന്നപ്പം സീക്കർ ചാടി അത് പിടിച്ചോണ്ട് പോയെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ജയില് കാണാമല്ലോ. അവിടെ എൻ്റെ ഫ്രണ്ട് ഉണ്ടോ എന്ന് നോക്കാം. അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അവിടെ ആരാണ്ട് ചാടിക്കളിപ്പുണ്ട്. മിക്കവാറും അതിൻ്റെ ഫ്രണ്ടായിരിക്കും ഗൈസ്. എൻ്റെ ഫ്രണ്ട് ജയിലിലായി. എൻ്റെ ഫ്രണ്ടിന് ഭയങ്കര ലക്കാണ് ഗൈസ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ വയറ് ചാടിക്കളിച്ചോണ്ടിരുന്ന ഫ്രണ്ട് എന്തേ? അവനെ അപ്പോഴത്തേക്ക് പിടിച്ചോണ്ട് പോയി. എൻ്റെ അൾട്ടിമേറ്റ് സ്ഥലത്ത് ഞാൻ നിന്നതുകൊണ്ട്, എൻ്റെ അൾട്ടിമേറ്റ് സ്ഥലമാണ് ഗൈസ് ഇത്. അതുകൊണ്ട് എന്നെ അവിടുന്ന് പിടിക്കാൻ പറ്റൂല. ഞാൻ അണ്ടർവേൾഡ് ഗ്യാങ്സ്റ്ററാണ്. അതുകൊണ്ട് എന്നെ പിടിക്കാൻ പറ്റൂല. ഏത് ആരാണ് എൻ്റെ അടുത്ത് ഫ്രണ്ട് റിക്വസ്റ്റൊക്കെ ചോദിക്കുന്നത്? ഞാൻ കൊടുക്കൂല. ഓക്കെ, നമുക്ക് പോയാലോ? എന്ന് വെച്ചാൽ നമുക്ക് എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് കണ്ടിട്ട് വരാം ജയിലിൽ ചെന്നിട്ട്. എന്നിട്ട് നമുക്ക് താഴെ പോയിട്ട് ഫ്രണ്ടിനെ കണ്ടിട്ട് ഒന്ന് കുശലങ്ങൾ ചോദിച്ചിട്ട് വരാം. പക്ഷേ ഈ കളിക്കുന്ന ആർക്കും അറിഞ്ഞുകൂടായിരിക്കും ഇവിടെ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന്. അതുകൊണ്ടാണ് സീക്കറിന് ഇവിടെ ചാടി വന്നിട്ട് പിന്നെ പോയി. അതും എന്നെ തൊടാതെ. അതും ഞാൻ ഇവിടെ നിൽപ്പം ഉണ്ടായിരുന്നു ഗൈസ്. എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് കാണാൻ പോയാലോ? വേണോ? സീക്രേട്ടൻ 50. അതുകൊണ്ട് പോകണ്ട. സീക്രേട്ടൻ ഇവിടെ ആയിട്ടാണ് ഗൈസ്, അടുത്തായിട്ടുണ്ട്. അതുകൊണ്ട് സീക്രേട്ടൻ നമ്മളെ പിടിക്കാൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ അണ്ടർവേൾഡ് ഗ്യാങ്സ്റ്ററാണ് ഗൈസ്. അതുകൊണ്ട് നമ്മളെ സീക്രേട്ടൻ പിടിക്കുകയാണെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടില്ല. ഓക്കെ, ഇനി കുറച്ച് സെക്കൻഡ്സും കൂടി ഉള്ളൂ ഗൈസ്. 10 സെക്കൻഡ്സ് ഉള്ളപ്പം ഞാൻ താപ്പോട്ട് ചാടും. 10 സെക്കൻഡ്സ് ബാക്കിയുള്ളപ്പം 3 പേര് ബാക്കി ഗൈസ്. ദാറ്റ് ഈസ് അൾട്ടിമേറ്റ്. അതിലൊന്ന് ഞാനാണ്. 9 പേര് കളിച്ചതിൽ 3 പേര് ബാക്കി. സീക്കർ അടിപൊളി സീക്കറാണ്. പക്ഷേ എന്നെ പിടിക്കാൻ സീക്കറായിട്ടില്ല. എന്നെ എന്തായാലും പിടിക്കില്ല. ചിലപ്പം മിക്കവാറും ഞാനായിരിക്കും ഇതിൽ ഒള്ളി. ബാക്കിയുള്ളവർ അടിപൊളി സ്ഥലത്തല്ല ഒളിച്ചേ. ഓക്കെ, നമുക്ക് ഇനി ഇത്ര സെക്കൻഡ്സ് ഉള്ളൂ. നമുക്ക് നമ്മുടെ കൂട്ടുകാരനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഓക്കെ, വി വിൻ ഗൈസ്. കണ്ടോ, ഇതിൽ ഏറ്റവും മേളിൽ ഞാനാണ്. ഇവർ 2 പേരുണ്ടായിട്ടും നമ്മളെ പിടിക്കാൻ പറ്റിയില്ല. നമ്മൾ പൊളിയാണ് ഗൈസ്.
ഓക്കെ, എൻ്റെ ഫ്രണ്ട് ലിവ് ചെയ്തോ? ഇല്ല ഗൈസ്, ഫ്രണ്ട് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ഗെയിം ZZX3. ഓക്കെ, അടുത്ത ഗെയിമിലേക്ക് കിടക്കാം. എനിക്ക് ഈ ഗെയിം സീക്കറാണ്, അതെന്ന് വെച്ചാൽ അടിപൊളിയായിരിക്കും. ഞാൻ എൻ്റെ സീക്കറാകുമ്പോൾ ഉള്ള പൊളി കാണിച്ചു തരാം. സോംബി അടിപൊളിയായിരിക്കും. എന്ന് വെച്ചാൽ സീക്കറായിരിക്കും സോംബി ആവുന്നത്. ഓക്കെ, സീക്കറായിരിക്കും സോംബി ആവുന്നത്. നമ്മൾ സോംബിയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടണം. മാപ്പ് ഏതാ? മാപ്പ് ഇതാണ്. ഇതെനിക്ക് ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഇതിൽ സ്ലൈഡൊക്കെ ചെയ്ത് കളിക്കാം. ഇതിലൊത്തിരി ഉണ്ട്. ഓക്കെ, ആരായിരിക്കും സീക്കർ? ആരോ ഒരാളാണ് സീക്കർ. ഞങ്ങളുടെ രണ്ടുപേരെയും നടുക്കുള്ള ഒരാൾ. ഓക്കെ, എൻ്റെ ഫ്രണ്ട് ഇതിലേതാ? ഈ രണ്ടുപേരിൽ ആരോയാ? ഇതിലാരാ എൻ്റെ ഫ്രണ്ട്? ഇതാണ് എൻ്റെ അടുത്തോട്ട് വന്നെങ്കിൽ ഇത് തന്നെ എൻ്റെ ഫ്രണ്ട്. ഓക്കെ, നമുക്ക് പോവാം. എൻ്റെ ഫ്രണ്ടിനെ എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാം. ഒന്ന് ഫ്രണ്ട് ഒളിക്കുന്നിടത്ത് പോയി ഒളിക്കാം. ഫ്രണ്ടിൻ്റെ അടിപൊളി ഒളിത്താവളമാണല്ലോ, ഏറ്റവും മേളിച്ചെന്നങ്ങ് നിൽക്കുന്നത്. ഓക്കെ, കമോൺ ബ്രോ. ഓക്കെ, ഇത് തന്നെയാണ് എൻ്റെ ഫ്രണ്ട്. അതെന്ന് വെച്ചാൽ ഞാൻ ഫ്രണ്ടിൽ നിന്ന് ചാടുമ്പം ഫ്രണ്ടിലോട്ട് നീങ്ങുന്നുള്ളൂ. ഫ്രണ്ടിൽ നിന്ന് ചാടുമ്പം ഫ്രണ്ടിലോട്ട് നീങ്ങുന്ന ആളാണ് ഫ്രണ്ട്. അവനങ്ങോട്ട് പോവുക. ഒരുമിച്ച് പോവാൻ ചേട്ടാ. മറ്റേ എൻ്റെ സ്ഥലത്തിൻ്റെ കൂട്ടുള്ള കാടിളകി വന്നു ഗൈസ്. ഇവിടെ ഫുള്ള് ഞാൻ വന്നപ്പോൾ അതിൻ്റെ പുറയിൽ എൻ്റെ ഫ്രണ്ട് വരുന്നു. അതിൻ്റെ പുറയിൽ അവൻ്റെ കൂട്ടുള്ള വേറൊരാൾ വന്നു. അതിൻ്റെ പുറകെ വേറെ ഏതോ മൊട്ടത്തലയും വന്നു. വേണ്ട, സീക്കർ കാണും. ഇത് മറ്റേ അതിൻ്റെ കൂട്ട്. ഇതാണ് ഹൈഡ് ആൻഡ് സീക്ക് ലോഗോ. എൻ്റെ ഫ്രണ്ടിൻ്റെ വേറൊരു അപരം വന്നു ഗൈസ്. 3 എൻ്റെ ഫ്രണ്ടിൻ്റെ കൂട്ടിയിരിക്കുന്ന ആൾക്കാർ. ഇതിലേതാണ് എൻ്റെ ഫ്രണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഇമ്പോസിബിളാണ്. ഒന്ന് വെളിയിൽ, അതെൻ്റെ ഫ്രണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് ഇവിടെ, അതെൻ്റെ ഫ്രണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ആരെങ്കിലും ആയിക്കോട്ടെ, 3 പേരും ഉണ്ടല്ലോ കൂടെ. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഇതിനകത്തിരിക്കാം. വി വിൽ വിൻ. ഇതല്ല എൻ്റെ ഫ്രണ്ട്. ബിക്കോസ് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഇങ്ങനത്തെ അടിപൊളി ഗാഡ്ജറ്റ്സ് ഒന്നുമില്ല. അതെനിക്ക് ഉറപ്പാണ്. ഇവനല്ല എൻ്റെ ഫ്രണ്ട്. ഇവനായിരിക്കും മിക്കവാറും. അവൻ്റെ തലയിൽ കയറി നിൽക്കാം. ഇവിടെ ചാടി കളിക്കുന്നത്. അപ്പോൾ ഇവനാണോ? ഞാൻ ചാടി നോക്കാം. ഓക്കെ, അവനെന്നെ വെളിയിലോട്ട് വിളിക്കുന്നു. അപ്പോൾ ഇതായിരിക്കും എൻ്റെ ഫ്രണ്ട്. ഏതാ എൻ്റെ ഫ്രണ്ട്? ഒന്ന് മേളിൽ പേരെങ്കിലും എഴുതി. ഇവനെന്നെ കുരുതി കൊടുക്കാൻ കൊണ്ടുപോകണോ? അവിടെ സേഫായിട്ടുള്ളൊരു സ്ഥലത്തിരുന്ന് അപ്പം വിളിച്ചോണ്ട് വെളിയിലോട്ട് കൊണ്ടുപോകുന്നു. വേണോ നമുക്ക് പോയി സീക്കറിനെ ആയിക്കൊണ്ട് പിടിക്കാം. ഞാനും അവിടെ മേളിലുള്ള ഏതോ സ്ഥലത്തെത്തി. സീക്കറല്ലേ എൻ്റെ ഫ്രണ്ടിലോട് ഓടിയേ. പേടിച്ചു പോയി ഗൈസ്. എൻ്റെ ഫ്രണ്ടിൻ്റെ പുറകെ സീക്കറുണ്ട്. ഞാനിവിടെ കളിവീടിൻ്റെ മേളിൽ കയറി ഗൈസ്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കുരുന്ന് കൊടുക്കാൻ കൊണ്ടുപോയതാ. ഫ്രണ്ടിൻ്റെ പുറകെ തന്നെ സീക്കർ. ഞാൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടെ. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ പുറകെ സീക്കർ ഓടുന്നു. എന്നെ വിളിച്ചോണ്ട് പോയതാ കൊല്ലാനായിട്ട്. അവൻ എല്ലാ കളിയിലും തോക്കും. ഹീസ് നൂബ്. ഓക്കെ, നമുക്ക് ഈ മേഘത്തിൻ്റെ മേളിൽ നിൽക്കാൻ പറ്റൂല. ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിലൂടെ സീക്കർ ഓടി ഗൈസ്. അന്നേരം ഞാൻ കറക്റ്റായിട്ട് ലാൻഡ് ചെയ്തപ്പോൾ ഞാൻ നോക്കുമ്പോൾ ജസ്റ്റ് മിസ്സിൽ. അല്ലായിരുന്നു ഞാൻ ആ സീക്കറിൻ്റെ തലയിൽ ചെന്ന് ലാൻഡ് ആയാലും. നിങ്ങൾ നേരത്തെ നോക്കി മനസ്സിലാവും. സീക്കറിൻ്റെ തലയിൽ ചെന്ന് ലാൻഡ് ആവട്ടെ. എന്നെ കുരുതി കൊടുക്കാൻ കൊണ്ടുപോയതാ. ഓക്കെ, ഇവിടെ നമുക്ക് തെറിപ്പിക്കുന്ന സാധനമുണ്ട്. ഓക്കെ, തെറിപ്പിക്കുന്ന സാധനം വഴി നമുക്ക് ഇങ്ങനെ പോവാം. എന്നിട്ട് ഇവിടുത്തെ ജമ്പിങ് സാധനം വഴി ഇങ്ങനെ പോവാം. നമ്മൾ ഫ്രണ്ടിൽ ആദ്യം കാണുന്ന ഒബ്സ്റ്റിക്കിൾ രണ്ട് സോംബീസ് അല്ലേ അവിടെ ചാടിക്കളിക്കുന്നത്. ഞാൻ ചത്തു ഗൈസ്. ഞാൻ നോക്കുമ്പോൾ ഒരു സോംബി അല്ലേ വരുന്നതിനും പറഞ്ഞ് നോക്കുമ്പോൾ ഞാൻ ചത്തു. ഒരു സോംബി ആയിരുന്നു എൻ്റെ അടുത്തോട്ട് വന്നത്. അത് ഞാൻ മറന്നുപോയി. ഞാനിപ്പോൾ ഒരു സോംബിനെ പോലെ നടക്കുന്നത്, നെഞ്ചും പിരിച്ച്.
നേരത്തെ ഇത്ര നെഞ്ചിരിപ്പില്ലായിരുന്നു. സോംബി ആയപ്പോൾ നെഞ്ചും വിരിച്ച് നടക്കുന്നു ഞാൻ. ഓക്കെ, ഇവരൊക്കെ ജയിച്ചു, ഇവരൊക്കെ പ്രോമാക്സ്. എൻ്റെ ഫ്രണ്ട് എന്ത്? ഫ്രണ്ട് 92 സെക്കൻഡ് സർവൈവ് ചെയ്തു. ഓക്കെ, എൻ്റെ ഫ്രണ്ട് പൊളി തന്നെ. എൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ട് ഗൈസ്. ഈ വട്ടം ഞാനായിരിക്കണം സീക്കർ. ഇതും കൂടി കളിച്ചിട്ട് ഈ വീഡിയോ നിർത്താം ഗൈസ്. ഇതും കൂടി കളിച്ചിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, സ്റ്റാൻഡേർഡാണ്, നോർമലായിട്ടുള്ള ഹൈഡ് ആൻഡ് സീക്കാണിത്. ഓക്കെ, മാപ്പ് എന്താണ്? ഇതെനിക്കിഷ്ടമാണ്. എനിക്ക് നല്ല സ്ഥലമൊന്നും അറിഞ്ഞുകൂടാ, എന്നാലും ചുമ്മാ കയറി കളിക്കാമല്ലോ. ഇത് തന്നെയല്ലായിരുന്നു ആദ്യവും വന്നേ. ഞാനായിരിക്കണം ഈ വട്ടം സീക്കർ. ഒറ്റയ്ക്ക് പോയിരുന്ന് പിടിക്കേണ്ടി വരും. ഭയങ്കര പാടാണ് ഗൈസ്. മറ്റേ സോംബി ആകുമ്പം നമ്മൾ തൊടുന്ന ആൾക്കാരും നമ്മളെ സഹായിക്കും. പക്ഷേ ഈ വട്ടം അങ്ങനെ ഇല്ല. ആരാവുമായിരിക്കും? വേറെ ഏതോ കൊച്ചായി. ഇതാണ് ഗൈസ് എൻ്റെ ഫ്രണ്ട്. ചാടിക്കളിക്കും. ഞാൻ ചാടുമ്പം ചാടും കൂടെ. കണ്ടില്ലേ? നമുക്ക് ഒരുമിച്ച് പോവാം. ഞാൻ എത്തിയോ? ഇല്ല, എത്തി. ഇവൻ്റെ കൂട്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്തോട്ട് പോവില്ലേ. എനിക്ക് പിന്നെ നിന്നെ കണ്ടുപിടിക്കാൻ മനസ്സിലാകത്തില്ല. ആരാണ് നീ? അല്ല, ഇവനല്ല, ഇവനെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവൻ ഇതെങ്ങോട്ട് ഓടാൻ നോക്കുക? കഴിഞ്ഞ വട്ടത്തേട്ട് വിട്ട് കുരുതി കൊടുക്കാൻ പോവാണോ? എടാ, ഒന്ന് പെട്ടെന്ന് വാടാ, ഒന്ന് അനങ്ങി നടക്കടാ. കണ്ടോ, അനങ്ങി നടക്കാൻ പറഞ്ഞ തോന്നിയത്. അവൻ നമുക്ക് റണ്ണിങ് റേസ് വെക്കാം. ഈ ലൈനിൽ നിൽക്കാം. നീ ഓട്, കുറച്ച് ഓട്, ഞാൻ എന്നിട്ട് വരാം. ഇവർ ഓടിയിട്ട് ഞാൻ പോവും. എന്തായാലും ഞാൻ അവരെ തോൽപ്പിക്കും. വരുവോ ഇന്നുമല്ലോ. ഇനി 2 സെക്കൻഡ്സേ ഉള്ളൂ. സീക്കർ വന്നു കഴിഞ്ഞ് നമ്മളിതുവരെ ഹൈഡ് ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് കൊണ്ടുപോവാ. നമ്മൾ സീക്കറിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. സീക്കർ വേളി നിൽക്കുന്നു. ഓടിക്കോ. ഇവൻ കഴിഞ്ഞ നടത്തന്നെ കൂട്ട് തന്നെ കുരുതി കൊടുക്കാൻ കൊണ്ടുപോകണമെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ഈ കുപ്പിയുടെ ഇടയിൽ പോയിരുന്നു വിളിക്കാം. ഞാനിവൻ്റെ തലയിൽ നിൽക്കാം. ഞാനിവൻ്റെ തലയിൽ നിൽക്കാം. എൻ്റെ ഫേസ് ഉണ്ടോ? നമുക്ക് മേളിലത്തെ നിലയിലോട്ട് പോകാൻ പറ്റും. മേളിലത്തെ നില വരുന്നോ? ഊപ്പർ ബാ മേളിലോട്ട് പോകാം. അവനങ്ങോട്ട് പോയി. ഞാൻ വിചാരിച്ചു അവനെ സീക്കർ പിടിച്ചോണ്ട് പോയിന്ന്. വട്ടം താനെ കളിക്കാൻ അവിടെ നിൽക്കണ. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കുപ്പിയുടെ അപ്പുറത്തോട്ട് പോകുന്നത്. ഓക്കെ, ഓടും കുതിര, ചാടും കുതിര. വാ, നമുക്ക് മേലിലോട്ട് പോവാം. തിരിച്ച് കുപ്പിയുടെ മൂലയിലോട്ട് പോകുന്നു. ഇനി വരുമോ ഇന്നുമല്ലോ. ഓക്കെ, സീക്രട്ടിലെ ഫ്രണ്ടിലോട് ഓടിയ ഗൈസ്. ആദ്യം ചാവുന്ന ആളായി മാറിയ. നല്ല വേറെ ഒത്തിരി ആൾക്കാരെ കണ്ടുപിടിക്കും. സീക്കർ പ്രോമാക്സ് ആയിരുന്നു ഗൈസ്. സീക്കർ കുറച്ച് ദൂരെ ആയിട്ടുള്ളൂ. സീക്കർ കുറച്ച് ദൂരം ആവട്ടെ. നമുക്ക് ഈ ജനലിൻ്റെ അവിടെ നിൽക്കാം. ഫ്രണ്ട് ബ്രോ, ഈ കുപ്പിയുടെ മേളിൽ കയറാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരു 10-15 പേര് ഇങ്ങനെ തലേ കയറി നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കയറാൻ പറ്റും. സീക്കർ ഇങ്ങോട്ട് അടുത്തോട്ട് വരുന്നു ഗൈസ്. ഓടിക്കോ, കുപ്പിയുടെ ഇടയിൽ പോയി നിന്നു. സീക്കർ അടുത്തോട്ട് വരുമെന്ന് നമുക്ക് മനസ്സിലാവും. ഇതിലായിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ തോറ്റേനെ. ഈ താഴെ ഫീറ്റ് എത്ര ദൂരെയാണെന്ന് പറയുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ജയിച്ച് നിൽക്കുന്നത് ഇത്രയും നേരമെങ്കിലും. ഹലോ, വേർ ആർ യു? ഇവിടെ നമുക്ക് ഈ ടൈമർ തീരുന്നിടം വരെ നിൽക്കാന്ന് വെച്ചാൽ സീക്കർ ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്ന് നോക്കിയിട്ടില്ല. സീക്കർ സ്പോണായ അടുത്ത് നിന്ന് നമ്മൾ നിൽക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? സീക്കർ അങ്ങോട്ട് തിരിച്ചു വരുമോ? ഏതോ പാവം കൊച്ചവിടെ നിൽക്കുന്നു. അത് സീക്കറായിരുന്നു. ആ പാവം കൊച്ച്. ഞാൻ പെട്ടെന്ന് മേടിച്ചു. ഏതോ പാവം കൊച്ച് നിൽക്കുന്നു. ചെന്ന് വിളിച്ചോട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചപ്പോൾ നോക്കുമ്പോൾ സീക്കർ.
സീക്കർ ഭയങ്കര ബുദ്ധിശാലി ആയതുകൊണ്ട് ഇതുവരെ നമ്മളെ പിടിച്ചിട്ടില്ല. സീക്കറിന് ഇങ്ങോട്ട് കയറാനുള്ള മനസ്സില്ല. സീക്കറിന് അയ്യോ പാവങ്ങൾ അവിടെ നിന്നോട്ടെ ഗൈസ് എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് ഗൈസ്. അയ്യോ ഞാനറിയാം വെളിയിലോട്ട് വന്ന്. ഇതെങ്ങനെ തിരിച്ചു കയറുന്നേ? തിരിച്ച് രാവിലെ കയറേണ്ടി വരും. ഓക്കേ, നമുക്ക് തിരിച്ച് ഈ വരി കയറാം. ആ വരി ഇറങ്ങാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് ഞാനിപ്പോൾ അറിഞ്ഞത്. ഓക്കെ, അവൻ എന്നെ തപ്പി വന്നതാണോ? അവൻ നോക്കാൻ വന്നോ? അവൻ ചത്തോ അതോ ജീവനോടുണ്ടോ? ഇതിൽ ചായ നിൽക്കുമ്പം സ്കിന്നിൻ്റെ കളറും കൂടിയും ബ്ലാക്ക് ആയിരുന്നെങ്കിൽ ചായ നിൽക്കുമ്പം പിന്നെ കാണത്തേ ഇല്ല. എന്ന് വെച്ചാൽ എൻ്റെ മുടിയും ബ്ലാക്ക്, ഡ്രസ്സും ബ്ലാക്ക്. അങ്ങനെ സ്കിന്ന് ബ്ലാക്ക് ആക്കിയിട്ട് ഇങ്ങനെ ഇതിനോട്ട് ചാരി നിന്ന് കളിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യും. അതാകുമ്പോൾ ഇത് വരുമ്പം പിന്നെ കണ്ടുപിടിക്കാനേ പറ്റത്തില്ല. ഇങ്ങനെ ചാരി നിന്നാൽ മതി. സീക്കർ ഈ സൈഡിലോടൊക്കെ ചുറ്റി നോക്കുക, നമ്മളെ കാണത്തില്ല. അവൻ തോ പോന്ന്. അവനിപ്പോൾ സ്പീഡ് വെച്ച്, അവൻ മാരത്തോൺ റേസറായി. ഞാൻ ഓടി വരാം. ഞാൻ ഉസൈൻ ബോൾട്ടിൻ്റെ അത്രയും സ്പീഡൊക്കെ ഉണ്ട് എനിക്ക്. അവൻ തോ പോന്ന്. നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം അവൻ്റെ കൂടെ. അല്ല എടാ വന്ന്. ഞാൻ നിന്നെക്കാട്ടി സ്പീഡുണ്ട്. ഞാൻ നിന്നെ ഓവർടേക്ക് ചെയ്യാൻ പോവാ. അവൻ ഉസൈൻ ബോൾട്ടായി ഗൈസ്. ഇപ്പം ഓടി തോപ്പിക്കാൻ പറ്റുന്നില്ല. നേരത്തെ കൊച്ചിൻ്റെ കൂട്ട് ഓടിക്കൊണ്ടിരുന്ന ചെക്കനാണോ ഇത്രയും സ്പീഡിൽ ഓടുന്നത്? ഞാൻ സൈഡിലൂടെ പോയി അവനെ തോപ്പിക്കാം. തോപ്പിച്ചേ. ഓ തോ നിൽക്കുന്നു സീക്കർ നമ്മളെ 10-15 വട്ടം കണ്ടോ? ആ മുട്ടയിലൂടെ ചാടിപ്പോകുന്ന കൊച്ചിനെ കണ്ടോ? ആ കൊച്ചിൻ്റെയൊക്കെ ധൈര്യം എൻ്റെ കൂട്ട്. ഞാനിവിടെ സീക്കറിനെ മാടി വിളിക്കുകയാണ്. സീക്കർ കണ്ണ് പിടിക്കൂ സീക്കർ എന്ന് വിളിക്കുന്നു. ഞാൻ സീക്കറിൻ്റെ അടുത്ത് പോയി നിൽക്കാം. അയ്യോ വീണ്ടും ഇറങ്ങി ഗൈസ്. എന്താ സീക്കർ അങ്ങല്ലേ? എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ നിന്ന് ഒരു വട്ടമെങ്കിലും ജയിക്കണം. കുഴപ്പമില്ല, എന്തായാലും നമ്മൾ രണ്ടുപേരും ജയിച്ചു. അതെൻ്റെ ഫ്രണ്ടാണോ എന്ന് ഇപ്പോൾ അറിയാം. അതെൻ്റെ ഫ്രണ്ട് തന്നെ ആയിരുന്നു. എൻ്റെ കൂടെ ഇത്രയും നേരം നിന്നത് എൻ്റെ ഫ്രണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണ്ടല്ലോ, എന്താണെന്നറിയാമല്ലോ. ഓക്കെ, അപ്പം ബൈ.